സാധിക്കാം അല്ലേ? എന്തായാലും വരാനും എല്ലാവരും കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവരെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. എൻ്റെ പേര് റോഷ്നി, 10 ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. 2 കുട്ടികളാണ്. മോൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, മോള് ഹോമിയോയ്ക്ക് 3rd ഇയർ പഠിക്കുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മിനിസ്ട്രിയുടെ വിങ്ങിലാണ്, മുട്ടിക്കുളങ്ങരയിൽ വർക്ക് ചെയ്യുന്നു. 10 ഫെയിലായിരുന്നു. 2 ആൺകുട്ടികളാണ്. ഒരാൾ 10ൽ പഠിക്കുന്നു, ഒരാൾ 6ൽ പഠിക്കുന്നു. അതിനൊന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതൊന്നുമല്ല. ഇങ്ങനെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളോടും ആദ്യം ഇത് തുടങ്ങി വെച്ചപ്പോൾ എല്ലാവരും എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞെങ്കിൽ കൂടെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൂടെയുള്ള ബന്ധത്തിനോളം പരിചയത്തിനോളം അറിയാമെന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണെങ്കിൽ കൂടെ എല്ലാവരെയും അറിയാമെന്ന് മാത്രമേ അപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് ആർക്കും അങ്ങനെ പറയാനുള്ള യാതൊരു അവസരങ്ങളും ഇവിടെ ബാക്കി നിൽക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും അവരവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി പരിചയപ്പെടാത്തവർ പരിചയപ്പെട്ടും തമ്മിൽ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു ആഗ്രഹത്തോടുകൂടി ഞാൻ ഇവിടെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് പ്രസാദി. എനിക്കൊരു ഭാര്യയും ഒരു മകനും. ഭാര്യ സ്കൂളിൽ ജോലിയുണ്ട്. അല്ല അവിടെ അല്ല, അത് ഞാൻ അടുത്ത് പറയുന്നില്ല. പിന്നെ എൻ്റെ മകന് 6 അടി ഉയരവും 95 കിലോ ഉണ്ട്. അതാരും ഇവിടെ പറഞ്ഞില്ല, പുതുതായിട്ട് പറഞ്ഞു. അവൻ 12 പഠിക്കും. എനിക്ക് പൊക്കാൻ പറ്റില്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ വെയിങ് മെഷീൻ അതോടല്ല അവിടെ മെഷർ ചെയ്യുന്നത് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി, ഞാൻ 65 ഉള്ളൂ. അപ്പോൾ ഞാൻ തമാശയായിട്ട് തുടങ്ങിയാണ്. ഇതിൽ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ, ഈ ഗൾഫിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ -100% ആണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈമിൽ വരാം. അത് ഞാൻ 1/2 മണിക്കൂർ ലേറ്റായി വന്നു, നമ്മൾ ക്ഷമിക്കും. അത് എൻ്റെ മനസ്സിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പൂക്കൾ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാർക്കെ കൊടുക്കണം. ചില ആൾക്കാരെ മക്കളെ കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു. അതിലേക്ക് എത്ര വയസ്സായിട്ട് കൂടി വിവേകമില്ലാതെ പ്രവർത്തിക്കും. ഞാൻ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. കൂടുതലും മനസ്സിൽ മാത്രം വെച്ച് ഞാൻ ഞാൻ ഒന്നും കരുതിയെന്നുള്ളൂ. പക്ഷേ വിജയം നോക്കണം, വിജയദാനം നോക്കണമേ. കേട്ടില്ല, വിജി കേട്ടില്ല. കണ്ണും തുറച്ചോ. ഇത്രയ്ക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ കൂട്ടായ്മ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഈ സപ്പോർട്ട്, ഈ ഗ്രൂപ്പിൽ ഞാൻ വാട്സപ്പിൽ വളരെ ഇനാക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറയാൻ വന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് തങ്കം വിളിച്ച് പോലീസിലല്ലെങ്കിലും പോലീസുകാരപ്പുറത്തിരിക്കുന്നെങ്കിൽ പോലീസുകാരുമാതിരി പെരുമാറുന്ന വേറെ ചിലർ നമ്മുടെ ഗ്രൂപ്പിലുള്ള കാരണം ഞാൻ അധികം വേണ്ടാത്ത പോലീസ് പറഞ്ഞാൽ ഞാൻ കമ്മിറ്റിയൊന്നുമില്ല. എല്ലാ വർഷവും നമ്മൾ ഇതുവരെ കാണുന്നു. അറ്റ്ലീസ്റ്റ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, നമ്മൾ ഫോട്ടോ എടുക്കാനും മോശം. അപ്പം എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ. എന്നെ പറ്റി ഒരു പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. അതായത് ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു ഗുണമില്ല. അതാ ഞാൻ പറയണത്. ആർക്കും തന്നെ ഓർമ്മയില്ല. ഇത്ര കാലം എന്താണ് ആനന്ദം? അത് എങ്ങനെ അറിയാതെ വീട്ടുകാരായിട്ടായിരിക്കും. ആനന്ദം എന്ന് പറഞ്ഞാലും എല്ലാം ഇവരെല്ലാവരും ക്രൂരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും പേടിയാവുന്നു അല്ലേ? ശങ്കരനൊക്കെ പറഞ്ഞ് വരുമ്പോ ഒരു പക്കറ്റ് ഐസുമായിട്ട് വരണമെന്നാണ് ഇവിടെ. അതെന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എപ്പോഴും ചൂടാവാണ്, അപ്പോൾ തണുപ്പിക്കാൻ ഐസ് വേണമെന്നാണ്. കൊണ്ടൊന്നും അല്ലേന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് ശങ്കരൻ പറയും 8 മണിക്ക് വരാൻ പറഞ്ഞാൽ അവൻ 10 മണിക്ക് വരും.
പിന്നെ ഇവരോട് നമ്മൾ എന്താ പറയുക, ചൂടാവാതിരിക്കാൻ പറ്റുമോ? മണിയുടെ അജിയോട് ഞാൻ ഇന്നലെ കുഴി കുത്താൻ പറഞ്ഞു. ഈ പ്ലാന്റിന് ലേറ്റ് ആവാൻ കാരണം എന്താണെന്നറിയോ? മണി ഇന്ന് രാവിലെയാണ് കുത്തിയത്. അല്ല അജി അതിന് കുഴി ഉണ്ടാക്കിയത് രാവിലെയാണ്. കുഴി കുത്തിയത് കൈ നേരത്തെ കൊടുക്കുന്നു. അതാണ് നമ്മൾ ലേറ്റ് ആവാൻ മെയിൻ കാരണം. തമാശ പറയണം കേട്ടോ, അത് കാര്യമൊക്കെ എടുക്കരുത്. അജിക്കറിയാം, എൻ്റെ പേര് ആനന്ദ്. എനിക്ക് വൈഫ് കുളപ്പള്ളി സ്കൂളിൽ ജോലി ചെയ്യുന്നു, കാർമൽ സ്കൂളിൽ. 2 മക്കള്, മൂത്ത മകള്, രണ്ടാമത്തെ മകള് 10ാം ക്ലാസ് പഠിക്കുന്നു, അതേ സ്കൂളിൽ തന്നെ. മകനും 7ാം ക്ലാസ് പഠിക്കുന്നു, കാർമൽ. പിന്നെ ഈ നമ്മുടെ ഈ സംഗമം ഇത്ര ഗംഭീരമായി വിജയിപ്പിക്കാൻ സഹായിച്ച മെയിനായിട്ട് തങ്കം, മോഹൻദാസ്, മണി, ശങ്കരൻ, അജി, ബാക്കി ആരെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് രാമകൃഷ്ണൻ, വീട് പുഞ്ചപ്പാടം. ഞാൻ പുഞ്ചപ്പാടം സ്കൂളിലാണ് പഠിച്ചത് 7ാം ക്ലാസ് വരെ. 8ഡിയിൽ പത്മ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. 9, 10. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ITയിൽ പഠിക്കാൻ പോയി. അന്നത്തെ കാലത്ത് മുന്തിയ പഠിപ്പ് എന്ന് പറഞ്ഞാൽ ITI പഠിപ്പാണ് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ പ്രീ ഡിഗ്രിക്ക് പോകും. അപ്പം അന്നത്തെ മുന്തിയ പഠിപ്പിന് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ പോളിടെക്നിക്കാണ്. ദുരന്തങ്ങളും അസുഖങ്ങളും ഒക്കെ ആയി പോരാടി പ്രകൃതിയെയും അസുഖങ്ങളെയും മറ്റ് ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്ത് വെല്ലുവിളിച്ച് പതുക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ. പിന്നെ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. മിക്കവാറും ആൾക്കാർക്ക് അറിയാം, അറിയാത്തവർക്ക് ഇപ്പോഴറിയാം. നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ ചെറുതായി ഒരു ഗാനം ആലപിക്കാം. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആലപിക്കുന്നില്ല. എന്ത് പറയുന്നു? താങ്ക് യു. കണ്ണലു നീതിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം കണ്ണലു നീതിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം തൃക്കൈയിൽ കരുതുവാൻ നറുമെണ്ണയും നൽകുവാനൊരു ദിനം അരികിലെത്താം ഗുരുവായൂരമ്പല നടയിലെത്താം കണ്ണനു നീതിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം ചേലും ചുമ്മയിൽ പീലിയും കരുതാം ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം ചേലും ചുമ്മയിൽ പീലിയും കരുതാം വർണ്ണപീതാംബരമണിക്കാം സ്വർണ്ണത്തളയും ഞാനന്നു നൽകാം വർണ്ണപീതാംബരമണിക്കാം സ്വർണ്ണത്തളയും ഞാനന്നു നൽകാം തിരുമേൽ കളഭം ഞാൻ ചാർത്തിടാം കണ്ണനു നീതിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം
ഓടി വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ? ഓടി വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ? പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാമോ? പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാമോ? മടിയാതെ നഴൽ തീർത്തിടുമോ? കണ്ണനോ നേദിക്കാൻ കദളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം തൃക്കൈയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാനോദിനം അരികിലെത്താം ഗുരുവായൂരമ്പല നടയിലെത്താം കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം. നമസ്കാരം, എൻ്റെ പേര് വിനോദ് 10C. ഞാൻ മണപ്പള്ളിക്കാവിന് താമസിക്കുന്നത്. ഭാര്യ ടീച്ചറാണ്. ഈ അവസാനം വരേണ്ട ഒരു ബാധ്യത എല്ലാ സമയത്തും എനിക്ക് ഉണ്ടാവാറ്. എന്റെ പേര് രാമേന്ദ്രൻ, 10Bയിലാണ് വർക്ക് ചെയ്തിരുന്നത്. പ്രസിദ്ധി ഇല്ലാത്തതുകൊണ്ട് ആർക്കും വലിയ അറിയാറില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചു പേർക്ക് നാട്ടിൽ പരിചയമുള്ളതുകൊണ്ട് എന്നെ രാജെന്ന പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെ അറിയാം. രാമേന്ദ്രൻ വീണ്ടും സ്കൂളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജെന്ന നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ്. പിന്നെ ഞാൻ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞു. NSS കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. മലമ്പുഴ ITയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കുറെ സ്ഥലത്ത് ജോലി ചെയ്തു. ഇപ്പൊ നാട്ടിലിങ്ങനെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയേക്കാണ്. ആരെങ്കിലും വീട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഓർക്കുക. ഞാൻ നടത്തുന്നത് പന്തൽ വർക്കാണ്, ഡെക്കറേഷൻ. അപ്പോൾ പിന്നെ വീട്ടിലെന്നെ വൈഫ് 2 കുട്ടികൾ ഇതേ സ്കൂളിലാണ് പഠിച്ചുകൊണ്ട്, ഒരാൾ പഠിത്തം കഴിഞ്ഞു, മറ്റൊരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിലാണ്. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ എന്നെ പറ്റി പറയാനുള്ളത്. എല്ലാവരോടും നന്ദി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവസാനം ഇപ്പോൾ പറയാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ സംഭാവനയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിലൊരു എടുത്തു പറയുകയാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ ബുദ്ധിമുട്ടുകളോ അവനവൻ്റെ കാര്യങ്ങളൊക്കെ അവനവന് മാത്രമേ കൃത്യമായിട്ട് അറിയൂ. ഞങ്ങൾക്ക് അത്രയും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പരിമിതമാണ്. അതുകൊണ്ട് സംഭാവന അവനവന് എന്താ പറയുക, ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എന്താ വെച്ചാൽ ചെയ്യുക. ഒരു നിർബന്ധമായിട്ട് പറയുന്നില്ല. അവരെ അറിയുന്നതുകൊണ്ടാണ് പറയാതിരുന്നത്. ഹസ്ബൻഡ് കോങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്യണു ടീച്ചറായിട്ട്. ഒരു മോളേ ഉള്ളൂ. PG കഴിഞ്ഞ് മാത്സ് ആയിരുന്നു. PG കഴിഞ്ഞ് B.Edന് പഠിക്കുന്നു. ഒറ്റപ്പാട്. ഞാൻ എന്തിനായി കൈ
നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞോ ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞോ ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവത്തുമ്പിലെ കസവേടുത്തു പൂക്കൈരട്ടയതമാ മുടിയിൽ വച്ചു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ കാറ്റുവഞ്ചിപ്പൂക്കളും കാറ്റിലാടിയുലഞ്ഞോ ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു ആറ്റുവഞ്ചിപ്പൂ